അഴിമതിക്കാരെ ഈ പറയുന്ന ED ആയാലും NIA ആയാലും മറ്റ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷേ ആൾക്കാർക്ക് ശരിയായ ധാരണയാണ് ഉള്ളതെന്നുള്ളതിന് ശേഷം വരുന്ന ഇലക്ഷനുകളിൽ കൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ നാഷണൽ അവാർഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഒരു പത്രമായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ. ഇതിനൊരു നല്ല ആസ്തിയൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 90 കോടി രൂപയുടെ ഇത് വന്നു. അതിന് കടമുണ്ടായിരുന്നു. അപ്പോൾ കടമുണ്ടായിരുന്നപ്പം ഏതാണ്ട് 5000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. 5000-നകത്ത് ആസ്തി വരുന്നു. റെക്കോർഡിക്കൽ നോക്കുമ്പോൾ 2000 കോടി രൂപയുടെ. അപ്പോൾ 90 കോടിയുടെ കടം വീട്ടാൻ യങ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. അതിനകത്ത് 75% 76% ഷെയർ സോണിയാഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ ബഹുമാന്യനായ മകൻ, സത്യസന്ധനായ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും പേരിലാണ്. പിന്നെ സാമ്പത്ര, അതായത് മറ്റു ചില കക്ഷികളുണ്ട്, ഒരു കൂട്ട് കക്ഷിയുണ്ട്, ഇവരെല്ലാം അതിൻ്റെ ഒത്ത്. അപ്പം ഇതിനകത്ത് ഈ 90 കോടി രൂപ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ 2000 കോടി രൂപയുടെ സാധനം ഇങ്ങോട്ട് മേടിച്ചു. 90 കൊടുത്തോ അറിയത്തില്ല, എഴുത്തുകൂത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പം അതിനകത്താണ് ഇപ്പം കേസ് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതി ഏതാണ്ട് അത് കേസ് വിചാരണയൊക്കെ ആയി ഏതാണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്പം EDയുടെ നിർദ്ദേശപ്രകാരം ഗൂഢാലോചന അല്ലെങ്കിൽ ഈ പറയുന്ന സിദ്ധാന്തവും പിന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഇപ്പം ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കേസ് ഡൽഹി പോലീസാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 2000 കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തി ഷെൽ കമ്പനി, ഇതിൻ്റെ കൂടെ വേറെ ഷെൽ കമ്പനിയും കൂടെ ഉണ്ട്, യങ് ഇന്ത്യ ഷെൽ കമ്പനി. അതായത് കമ്പനിയൊന്നുമില്ല, ഇതെല്ലാം എഴുത്തുകൂത്ത് പേപ്പറിനകത്തുള്ള കമ്പനികളൊക്കെ നടത്തി പൈസ മാറ്റി. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, ഈ പണത്തിൻ്റെ തിരിമറി, ഇതിനെപ്പറ്റിയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. ഇത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നാളെ കാലത്തെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആൾ വളരെ കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ആൾക്കാരാണ് ഇത്തരത്തിൽ അഴിമതി നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ അഴിമതികൾ ഇത് ആരാ, സുബ്രഹ്മണ്യ സ്വാമി കൊണ്ടുവന്നതാണ്, അതല്ലെങ്കിൽ വെളി വരത്തില്ല. കാരണം അവരുടെ കാലത്ത് നടത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അവരുടെ കാലത്താണല്ലോ കാര്യങ്ങൾ മൊത്തം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം 55 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസ്സാണ്. അതിനുശേഷം ചുരുങ്ങിയ സമയങ്ങളിൽ ഇടക്കാലങ്ങളിൽ ഈ പറയുന്നത് വേറെ ചിലരൊക്കെ ഭരിച്ചിട്ടുണ്ട്. ആ കേസുകളും എടുത്ത് ഒരു പ്രോസസ്സിങ്ങിലേക്ക് വരുമ്പോൾ ഇവരുടെ കയ്യിലാണെന്നല്ലോ ഇവർ പറയുന്ന കൂട്ടിലിത്ത തത്ത എന്നൊക്കെ പറയുന്നത്. ഈ കൂട്ട് നല്ലപോലെ ഇട്ടിരുന്ന ഇവരാ, ഈ CBIയെയും അല്ലെങ്കിൽ NIAയെയും അല്ലെങ്കിൽ EDയെ ഒക്കെ ഇതെല്ലാം കൊണ്ടുവന്നവരറിയാം. ഈ ED സംവിധാനം കൊണ്ടുവന്നവരാ, NIA കൊണ്ടുവന്നവരാ, ഇതൊക്കെ ഇപ്പം എടുത്ത് അതിന് വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അത് കൃത്യമായിട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടതും ഉള്ളതുപോലെ കേസെടുക്കാം, നിങ്ങൾക്ക് അതിന് അധികാരപരിധി തന്നിട്ടുണ്ട്, നിയന്ത്രിക്കാൻ ആളില്ല വന്നപ്പോഴേ ഇതെല്ലാവരെയും പിടിക്കാൻ തുടങ്ങി.